പാർട്ടിയുടെ പേരില്ല എന്ന് പറഞ്ഞ് തള്ളുന്നു. പിന്നീടും വിവാദങ്ങൾ ഒരുപാടുണ്ടായി. എന്ത് തോന്നുന്നു? അല്ല, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 25 വർഷമായി LDF-ന്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡാണ് മുട്ടട എന്ന് പറയുന്നത്. അവരാണ് മുൻ കൗൺസിലർമാരല്ല, LDF-ൽ നിന്നുള്ളവരായിരുന്നു, മുൻ മേയർ അവിടെ നിന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് നിലവിൽ UDF മുട്ടട പിടിച്ചിരിക്കുകയാണ്. അത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭം തന്നെയാണ്. അതും വലിയ ഭൂരിപക്ഷത്തിനാണ്. അതെ, 397 നമ്മുടെ ലീഡ്. അപ്പോൾ അത്രയും സന്തോഷമുണ്ട്. മുട്ടടയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുകയാണ്. എല്ലാവരും ഇപ്പോൾ നിന്നതുപോലെ തന്നെ ഇനി അങ്ങോട്ടും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രമേ പറഞ്ഞു. ഈ ഇടക്കാലത്ത് സ്ഥാനാർത്ഥിത്വം തള്ളിക്കാനൊക്കെ നടത്തിയ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണോ? അത് തീരുമാനിക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അത് അവർ തീരുമാനിച്ചു. അതിന്റെ റിസൾട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെ ഇടപെട്ടു എന്ന ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ പാർട്ടിയിൽ പറയേണ്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വോട്ട് എന്റേത് മാത്രമല്ല, ഇലക്ഷന്റെ അന്നത്തെ ദിവസത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ വന്ന പലർക്കും വോട്ടില്ല. അപ്പോൾ ഇതെല്ലാം തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് AKG സെന്ററിൽ നിന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ ആയിരിക്കണം. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും അജയ്യമായ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് UDF ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടാലിയിൽ കാണുന്ന പ്രകാരം ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും UDF-ന്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ആ മുന്നേറ്റം എന്തിന്റെ സൂചനയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മടങ്ങിയ വരവിന് UDF തയ്യാറാവുകയാണ്. അവരുടെ വളരെ വിവാദമുണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥി വൈഷ്ണ മുട്ടട വാർഡിൽ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ സ്ഥിതി എന്താണ് വിജിൻ? BJP-ക്ക് ഈ പ്രതീക്ഷയുണ്ടോ അവിടെ? BJP കുറച്ച് സമയമായി പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ LDF 17 വാർഡുകളിലും ഒപ്പം തന്നെ 16 BJP-യും 10 കോൺഗ്രസുമാണ്. 10 കോൺഗ്രസ് ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. മുട്ടട വാർഡിൽ അപ്രതീക്ഷിതമായി വൈഷ്ണ സുരേഷ് ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശ്രീകണ്ഠേശ്വരത്ത് BJP സ്ഥാനാർത്ഥി സുകന്യ വിജയിച്ചതായി ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. മറ്റിടങ്ങളിലുള്ള വോട്ടെണ്ണൽ ഇപ്പോഴും തുടരുകയാണ്. താൽക്കാലികമായി ഈ ടീ ബ്രേക്കിനായി നിലവിൽ ഇപ്പോൾ നിർത്തിവെച്ച് വീണ്ടും വോട്ടെണ്ണൽ പുനരാരംഭിക്കുകയാണ്. എന്തായാലും കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. LDF പക്ഷേ ഇത്രയും നേരം പിന്നിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ 17 വാർഡുകൾ ലീഡ് നേടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ BJP 16 അവരുടെ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. 18ഓളം സീറ്റുകളിൽ BJP എത്തിയതായിരുന്നു. അവിടുന്ന് 2 വാർഡുകൾ കുറഞ്ഞ് 16 ഒപ്പം തന്നെ LDF 17 മുന്നേറ്റം നടത്തി. ഞാൻ വിജിനിലേക്ക് വരാം. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇസ്സത്ത് കൂടി ചെന്നു. ഇസ്സത്ത്, ആലപ്പുഴയിൽ എന്താണ് സ്ഥിതി? ചെങ്ങന്നൂരിൽ BJP-ക്ക് തിരിച്ചടി ഉണ്ടെന്നുള്ള വാർത്തകളുണ്ടല്ലോ, എന്താണ്? ആദ്യങ്ങളിൽ വ്യക്തമായ ഒരു ലീഡ് ചെങ്ങന്നൂർ BJP നിലനിർത്തിയിരുന്നു. പക്ഷെ അത് പിന്നീട് ഇപ്പോൾ UDF ഒരു ലീഡ് നില അവിടെ നിലയുറപ്പിക്കുകയാണ്. മാത്രമല്ല BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു ചെങ്ങന്നൂർ മണ്ഡലം. അവിടെയാണ് ഇപ്പോൾ BJP-ക്ക് അടിപതറിയിരിക്കുന്നത്. UDF ഇപ്പോൾ മുനിസിപ്പാലിറ്റികൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം UDF-ന് കൃത്യമായ ഒരു ഭൂരിപക്ഷം, അതായത് 4-3 എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് UDF-ന് കൃത്യമായ ഒരു ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളിൽ ലഭിക്കുന്നുണ്ട്. അജിത് ശരി, കണ്ണൂരിലെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുക്കുമ്പോൾ LDF 33, UDF 20 എന്നാണ് ഇപ്പോഴത്തെ നില നമുക്ക് കാണാം. അപ്പോൾ അവിടെയും വലിയൊരു പരാജയമൊന്നും കണ്ണൂരിൽ കാണുന്നുമില്ല. ജില്ലാ പഞ്ചായത്തുകളുടെ ഏറ്റവും അവസാനത്തെ കണക്കെടുക്കുമ്പോൾ LDF 16, ഇവിടെ തിരുവനന്തപുരത്ത് LDF 15, UDF 6 എന്നാണ്. തിരുവനന്തപുരത്ത് LDF-ന്റെ ശ്രദ്ധേയമായ മുന്നേറ്റം കാണാൻ കഴിയുന്നുണ്ട്. കൊല്ലത്തേക്ക് പോയാൽ LDF 8, കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുക്കുമ്പോൾ LDF 8, UDF 9. ജില്ലാ പഞ്ചായത്തിൽ കോഴിക്കോട്ടെയും മാറ്റം എന്താണ് ഈ കാണുന്നത് എന്ന ചോദ്യം. കൊല്ലത്ത് 9 വാർഡുകളിൽ 9 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF ലീഡ് ചെയ്യുന്നു. 8 LDF ഉള്ളത്. അപ്പൊ കൊല്ലം, കോട്ടയായ കൊല്ലം, അവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? കോഴിക്കോട് എന്താണ് സംഭവിക്കുന്നത്? കൊച്ചിയിൽ എന്താണ് സംഭവിച്ചത്? കണ്ണൂരിൽ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബിജീഷ് ഗോവിന്ദൻ, ബിജീഷ്, കണ്ണൂരിന്റെ കോർപ്പറേഷന്റെയും ഒപ്പം പഞ്ചായത്തുകളുടെയും കഥ പറയൂ. നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നല്ല ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 17-7 എന്നുള്ളതായിരുന്നു നിലയെങ്കിൽ ഇത്തവണ ഇപ്പോൾ 13 സ്ഥലത്ത് LDF-ഉം 12 സ്ഥലത്ത് UDF-ഉം, അതായത് ഒരു കട്ടക്ക് മത്സരം എന്നുള്ള തരത്തിലേക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ അവസ്ഥ മാറുന്നു. കോർപ്പറേഷന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ NDA കഴിഞ്ഞ തവണ 1 സ്ഥലത്ത് ജയിച്ചത് ഇത്തവണ 2 സ്ഥലത്തേക്ക് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. 2 ഡിവിഷനുകളിൽ, അതായത് ഒന്ന് പള്ളിക്കുന്ന്, അത് നേരത്തെ ഉള്ളതായിരുന്നു. മറ്റൊന്ന് കോക്കമ്പാറ LDF-ൽ നിന്നാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നത്.
നഗരസഭകളിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 6 ഇടത്ത് LDF മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമാണ് UDF മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഗ്രാമപഞ്ചായത്തുകളിലും UDF കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് UDF വലിയൊരു ഫൈറ്റ് LDF കാഴ്ചവെച്ചുകൊണ്ട് ഒരു നെക്ക് നെക്ക് പോരാട്ടമാണ് നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ ഫലപ്രഖ്യാപനം വരുമ്പോൾ UDF 8 വിജയിച്ചിരിക്കുന്നു, LDF ഒരിടത്ത് വിജയിച്ചു, NDA ഒരിടത്ത് വിജയിച്ചിരിക്കുന്നു. ഫലപ്രഖ്യാപനം